ഇത് ഒരു ഡിയോൾ മാതൃകയാണ്. കൃഷി നഷ്ടമാണെന്നും ആനുകൂല്യങ്ങൾ ഇല്ലെങ്കിൽ കൃഷിയില്ലെന്നും വിശ്വസിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഡിയോൾ തോമസ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഡിയോളിന് കൃഷി ഒരു പരീക്ഷണമാണ്. ചില സംശയങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ യുവാവ് കൃഷിയിലേക്കിറങ്ങിയത്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷം 2002 ദുബായിലേക്ക് പോയി. 7 വർഷം അവിടെ ജോലി ചെയ്തു. യാന്ത്രിക ജീവിതം മടുത്തപ്പോൾ 2009 നാട്ടിലേക്ക് മടങ്ങി. മുന്നോട്ട് എങ്ങനെയെന്ന ചോദ്യത്തിന് ഡിയോൾ സ്വയം കണ്ടെത്തിയ ഉത്തരമാണ് കൃഷി. ആ മരുഭൂമിയിൽ അവരുണ്ടാക്കുന്നുണ്ട് അവർക്ക് വേണ്ട പച്ചക്കറിയുടെ ഏകദേശം 20%. അതായത് ഒരു റിസോഴ്സും ഇല്ലാത്ത അവർക്ക് 20% പച്ചക്കറി അവർക്ക് അവിടെ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ടും എല്ലാ റിസോഴ്സും ഉള്ള നമ്മുടെ നാട്ടിൽ പച്ചക്കറി, അതായത് 90-95% പച്ചക്കറി നമുക്കൊന്ന് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ളൊരു, അതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഫീൽഡിലേക്ക് എത്തിയത്. വിളകൾ നഷ്ടം മാത്രം നൽകിയ കാലത്ത് കർഷകനാവാൻ ഒരുങ്ങിയപ്പോൾ എല്ലായിടത്തു നിന്നും എതിർപ്പുകൾ മാത്രമായിരുന്നു. എങ്ങനെ കൃഷി ചെയ്യാം എന്ന അന്വേഷണമായിരുന്നു ആദ്യം. കാലാവസ്ഥ, വിപണി എല്ലാം നോക്കി കൃഷിയിറക്കിയാൽ നഷ്ടമുണ്ടാവില്ലെന്ന് വിശ്വസിച്ചു. മഴയിലും വേനലിലും കൃഷി ചെയ്യാൻ പോളിഹൗസ് നല്ലതാണെന്ന കേട്ടറിവ് മാത്രം വെച്ച് അത് പിന്തുടരാൻ തീരുമാനിച്ചു. അന്ന് പോളിഹൗസ് കൃഷിരീതി സംസ്ഥാനത്ത് അധികമാരും പരീക്ഷിക്കാൻ ആരംഭിച്ചിരുന്നില്ല. അങ്ങനെയാണ് കൃഷി ചെയ്തു തുടങ്ങിയത്. പോളിഹൗസ് ഒരുക്കാനുള്ള സാമഗ്രികൾ ഇസ്രായേലിൽ നിന്ന് വരെ എത്തിച്ചു. നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടായിരുന്നു ഒരു വലിയ കൺസ്ട്രെയിൻ. അത് അന്നും ഇന്നും അത് തന്നെയാണ്. അതായത് ഇതിൻ്റെ പലപ്പോഴും ഓരോ ക്രോപ്പിൻ്റെയും ടെക്നിക്കൽ ഗൈഡൻസ്, കറക്റ്റായിട്ടുള്ള ഫെർട്ടിഗേഷൻ, അതേമാതിരി ആ ക്രോപ്പിൻ്റെ ക്രോപ്പ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് നമ്മൾ വളരെ പ്രിസൈസായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് എല്ലാ മേഖലയിലും അതിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടിയാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അന്നും ഇന്നും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആദ്യം ചെയ്ത കൃഷിയിൽ നിന്ന് തന്നെ മികച്ച വിളവ് കിട്ടി. എന്നാൽ വരുമാനം കാര്യമായി ലഭിച്ചില്ല. കൃഷി തുടരാൻ തീരുമാനിച്ചു. കക്കിരിയാണ് ആദ്യം നട്ടത്. 3 കൊല്ലത്തിനുള്ളിൽ 20ഓളം വ്യത്യസ്ത വിളകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡിയോൾ കൃഷി ചെയ്തു. മികച്ച വിളവും കിട്ടി. കൃഷി ജൈവികമായതിനാൽ വിപണിയിലും ആവശ്യക്കാരേറെയാണ്. 1-2 വിളകൾ മാത്രമേ പോളിഹൗസിൽ വളരൂ എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി ഡിയോൾ നൽകിയത് കൃഷി ചെയ്ത് വിളവെടുത്തു കാണിച്ചാണ്. ഇതിൽ അതായത് ഞാൻ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കിയത് ആകെ 3 കൃഷിയെ പോളിഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്ന് ഫ്ലോറി, നമ്മൾ സാധാരണ ഫ്ലോറിക്കൾച്ചർ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ പച്ചക്കറിയിൽ നമ്മൾ അന്ന് ഞാൻ ഇറങ്ങുമ്പം ക്യാപ്സിക്കം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തക്കാളി ചെയ്യുന്നവരുണ്ട്, സാലഡ് കുക്കുംബേഴ്സ് ചെയ്യണം. ഈ 3 ക്രോപ്പിനെ കുറിച്ച് അല്ലാതെ അതിൽ കൂടുതലുള്ള ഒരു ക്രോപ്പിനെ കുറിച്ച് ഒരു 3 വർഷം മുമ്പ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളം ക്രോപ്പ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റും, ബാക്കി എല്ലാ രാജ്യത്തും ഒരുപാട് ക്രോപ്പ് ഇതേമാതിരി പോളിഹൗസിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ക്രോപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 വെറൈറ്റിയോളം ഇപ്പോൾ പോളിഹൗസിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. ഡിയോളിൻ്റെ 21ാമത്തെ പരീക്ഷണ കൃഷിയും വിജയം കണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇതുവരെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഷമാം കൃഷി ചെയ്യാൻ ഒരുങ്ങുമ്പോൾ വിപണി സാധ്യതയായിരുന്നു മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. പരീക്ഷണമെന്നോളം കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിത്തിട്ടു. വിളയുമോ എന്ന ആശങ്കയ്ക്ക് ഉത്തരം
3 മാസം കൊണ്ട് കിട്ടി. വേനലായതുകൊണ്ട് വിപണിയിലും ഷമാമിന് നല്ല ഡിമാൻഡുണ്ട്. ഷമാം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയം, അല്ലെങ്കിൽ എത്തിയാൽ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി മുൻകൂട്ടി ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു എത്ര വെറൈറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ക്രോപ്പാണ് ഷമാം. കേരളത്തിലെ മണ്ണിൽ എന്തെല്ലാം വിളകൾ വിളയുമെന്ന ചോദ്യത്തിന് വിളയാത്തതായി എന്തുണ്ടെന്ന മറുചോദ്യമാണ് ഡിയോളിനുള്ളത്. സംശയമുള്ളവർക്ക് ഉത്തരമായി ഈ യുവ കർഷകൻ ചൂണ്ടിക്കാട്ടിക്കൊടുക്കുന്നത് തൻ്റെ തോട്ടം തന്നെയാണ്. വരുമാനത്തിനേക്കാൾ കവിഞ്ഞ് നമുക്ക് മാനസിക ഉല്ലാസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന് നമുക്ക് ഒരിക്കലും വാല്യൂ ചെയ്യാൻ പറ്റില്ല. ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ കൃഷിയാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഫീൽഡിൽ നിന്ന് ഒരുപാട് എനിക്ക് മാനസിക സംതൃപ്തി തരുന്നതും, അല്ലെങ്കിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിൽക്കാനും ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കാനും പറ്റിയ ഒരു ഫീൽഡായിട്ട് ഞാൻ കാണുന്നത് കൃഷിനെ തന്നെയാണ്. ഡിയോൾ തോമസ് തൻ്റെ കൃഷിയാത്ര തുടരുകയാണ്. അടുത്തതായി എന്ത് വിള പരീക്ഷിക്കണം എന്ന ആലോചനയിലാണ് ഈ യുവ കർഷകൻ. ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.